1900-ത്തിന്റെ തുടക്കത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ കപ്പലായി ഉയർന്നു ടൈറ്റാനിക്. അതിന്റെ പേരിൽ പോലും ഒരു ഗൗരവമുണ്ട്, ഡൂബില്ലാത്ത കപ്പൽ. അതിന്റെ ആദ്യ യാത്ര ലോകം ഉറ്റുനോക്കി. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടണിൽ നിന്ന് ടൈറ്റാനിക് യാത്ര തുടങ്ങി. ലക്ഷ്യം അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി. കപ്പലിൽ 2200-ലധികം യാത്രക്കാർ. ചിലർ സ്വപ്നങ്ങൾ കൈപിടിച്ചവരും ചിലർ ഒരു പുതിയ ജീവിതത്തിനായി കാത്തിരിക്കുന്നവരുമായിരുന്നു. കപ്പൽ ആഡംബരത്തിൽ തിളങ്ങി. റോയൽ സ്യൂട്ടുകൾ, ഗ്രാൻഡ് സ്റ്റെയർ കേസുകൾ, ലോകം കണ്ട മികച്ച കപ്പൽ എന്നാണ് അവകാശപ്പെട്ടത്. പക്ഷേ പ്രകൃതിയുടെ ശക്തിയെ അവൾ അവഗണിച്ചു. ഏപ്രിൽ 14 രാത്രി 11:40 അഗാധമായ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു ഐസ്ബർഗുമായി കപ്പൽ ഇടിച്ചു. കപ്പലിന്റെ വലിപ്പവും ടെക്നോളജിയും അതിനെ രക്ഷിക്കാനായില്ല. കപ്പൽ നിമിഷങ്ങൾക്കുള്ളിൽ നീരാളമായി. പക്ഷേ കപ്പലിൽ മതിയായ ലൈഫ് ബോട്ടുകൾ പോലും ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ കടലിലേക്ക് വീണു. ചിലർ തണുപ്പിൽ ചൂടില്ലാതെ, ചിലർ ഭീതിയിൽ മരണമടഞ്ഞു. അവസാനം ഏപ്രിൽ 15 രാവിലെ 2:20 ടൈറ്റാനിക് കടലിന്റെ കീഴിലേക്ക് അസ്തമിച്ചു.